അള്ളാഹു അല്ലാത്ത ഒരൊറ്റ ഇലാഹിനെയും ആരാധിക്കൂല, അള്ളാഹു അല്ലാത്ത ഒരാളെയും വിളിച്ച് പ്രാർത്ഥിക്കൂല, അള്ളാഹുവിനോട് മാത്രമേ ഞങ്ങൾ പ്രാർത്ഥിക്കൂ. പക്ഷേ അള്ളാഹു തആല ഉമ്മക്കൊരു സ്നേഹം കൊടുത്തിട്ടുണ്ട്. ആ സ്നേഹം ഉമ്മയോട് ചോദിക്കും. അള്ളാഹു തആല ഡോക്ടർക്ക് ഒരു കഴിവ് കൊടുത്തിട്ടുണ്ട്. ആയതുകൊണ്ട് ഡോക്ടറോട് പറയും, ഡോക്ടറെ എൻ്റെ രോഗം ശിഫയാക്കണമെന്ന് പറയും. അതേ സ്ഥാനത്ത് ഡോക്ടർക്ക് എങ്ങാനും സ്വന്തമായി കഴിവുണ്ടെന്ന് വിശ്വസിച്ച് പോയാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയി. അള്ളാഹു തആല ബദരീങ്ങളെ വല്ലാതെ സ്നേഹിച്ചിട്ടുണ്ട്. ആ ബദരീങ്ങൾക്ക് സാധാ മനുഷ്യർക്ക് കൊടുത്തതിനേക്കാൾ കൂടുതൽ കഴിവ് അള്ളാഹു തആല കൊടുത്തിട്ടുണ്ട്. ആ കഴിവ് ചോദിക്കും. അത് ബദരീങ്ങൾ അള്ളാഹു കൊടുത്ത കഴിവേ ചോദിക്കൂ, അള്ളാഹുവിനെ ഒഴിവാക്കി ഒരാളോടും ചോദിക്കൂല. കണ്ടോ മൂപ്പര് പറയണ എന്താ ന്യായീകരണം പറയും. ഒരാൾ ചോദിച്ചതാണ് ഗൾഫിൽ നിന്ന്, അല്ല ഞങ്ങളിങ്ങനെ അദ്ദേഹം പറയുന്നുണ്ട് നിങ്ങളെപ്പറ്റി ഇങ്ങനെ പറയുന്നുണ്ടല്ലോ. എന്നോട് യാസർ കാളാടെന്ന ചെറുപ്പക്കാരൻ മറ്റൊരു ചെറുപ്പക്കാരൻ വന്നിട്ട് ചോദിച്ചു, സുഖങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇയാൾ നിങ്ങളെ വല്ലാതെ തെറി പറയുന്ന ആളാണ്, നിങ്ങളെപ്പോഴും ബദരീങ്ങളെ എന്ന് പറഞ്ഞ് വിളിച്ചാർക്കുന്ന ആളാണ്, നിങ്ങളെക്കുറിച്ച് സംശയമുണ്ട് എന്ന് പറഞ്ഞു. ബദരീങ്ങളെ എന്ന് വിളിച്ചാർക്കുന്ന ആളാണ്, അതൊക്കെ ഇതിലുണ്ട്. അങ്ങനെ അദ്ദേഹം അതിന് ന്യായീകരണം പറയുകയാണെന്ത്, ഞാനിവിടെ അള്ളാഹുവിനോടല്ലാതെ ചോദിക്കാറില്ല, അള്ളാഹിനോട് മാത്രമേ ഉള്ളൂ ഞാൻ ചോദിക്കുക. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഓരോരുത്തർക്കും ഓരോ കഴിവ് കൊടുത്തിട്ടുണ്ട്. സ്വന്തമായി ഒരാൾക്കും ഒരു കഴിവുമില്ല, അള്ളാഹ് കൊടുത്ത കഴിവെന്നാണ് ചോദിക്കുന്നത് എന്നാണ് ഇപ്പോൾ ഈ തങ്ങൾ എന്ന് പറയുന്ന മനുഷ്യൻ കൊടുത്ത ന്യായം. ഓ സഹോദരന്മാരെ, നിങ്ങൾ ആലോചിക്കേ, അറേബ്യൻ മുശ്രിക്കുകളും ഇതന്നെയല്ലേ പറഞ്ഞത്? അള്ളാഹുവിൽ പങ്കുചേർത്ത അറേബ്യൻ മുശ്രിക്കുകൾ, റബ്ബല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ചിരുന്ന മുശ്രിക്കുകൾ, അവരുടെ തെൽബിയത്ത്, അവരും ഹജ്ജിന് പോയിരുന്നു. അവർ കഅബക്ക് ചുറ്റും തവാഫ് ചെയ്യുമ്പോൾ അറേബ്യൻ മുശ്രിക്കുകൾ ചൊല്ലിയിരുന്ന ഒരു തെൽബിയത്തുണ്ട്, ലബ്ബൈക ലാ ശരീക ലക. അള്ളാഹുവേ, നിന്റെ വിളിക്ക് ഉത്തരം ചെയ്തുകൊണ്ട് ഞാനിതാ വന്നിരിക്കുകയാണ്. ഇതാരാ പറയുന്നത്? അബൂജഹലടക്കമുള്ള മുശ്രിക്കുകൾ പറയാണ്, ലബ്ബൈക ലാ ശരീക ലക, നിനക്ക് യാതൊരു പങ്കാളിയുമില്ല എന്ന വാക്ക് മുത്തു മുസ്തഫ കേൾക്കുമ്പോ അള്ളാന്റെ റസൂൽ അവരോട് പറയാറുണ്ട്, വൈലക്കും ഖദ് നിർത്തൂ, അവിടം കൊണ്ട് അവസാനിപ്പിച്ചോളൂ. കാരണം മുത്തുനബിക്കറിയാം ഇതിൻ്റെ അപ്പുറത്തീനി ഇതേ മുസ്ലിയാർ പറഞ്ഞ ന്യായീകരണമാണ് അന്നവര് പറയുന്നത്. മുത്തു മുസ്തഫാക്ക് അതറിയാം, അവരുടെ തെൽബിയത്ത് അള്ളാന്റെ റസൂൽ കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് തുടക്കം ഇത് വളരെ ഗംഭീരമാണ്. തുടക്കത്തിൽ ഒരു പ്രശ്നവുമില്ലെന്ന് വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞിരുന്നു, വൈലക്കും, നിങ്ങൾക്ക് നാശം, ഖദ് സ്റ്റോപ്പ് ചെയ്യൂ, ഇനി അങ്ങോട്ട് പറയല്ലേ. ഇപ്പൊ ഇതുവരെ പറഞ്ഞതൊക്കെ ശരിയാണെന്ന്, ലബ്ബൈക ലാ ശരീക ലക, നിനക്ക് യാതൊരു പങ്കാളിയുമില്ല എന്ന് അള്ളാഹുവിനോട് നിങ്ങൾ പറഞ്ഞത് അതാണ് കറക്റ്റ്. ഇനി നിങ്ങളൊന്നും കൂട്ടിച്ചേർത്ത് മിണ്ടരുത്. കാരണം അവർ മിണ്ടുന്നത് മുഴുവനും പിന്നെ ഈ തങ്ങൾ പറഞ്ഞതുപോലെയുള്ള ന്യായീകരണ വർത്തമാനമാണ്. എന്തേ അപ്പോഴും മുശ്രിക്കുകൾ പിന്നെ പറയാണ്, ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക. പക്ഷേ ഒരു പങ്കാളി നിനക്കുണ്ട്. അറേബ്യൻ മുശ്രിക്ക് പറയാണ്, ഒരു പങ്കാളി നിനക്കുണ്ട്. എങ്ങനെയുള്ള പങ്കാളിയാണ്? ആ പങ്കാളിക്ക് സ്വന്തമായി ഒരു കഴിവുമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ആ പങ്കാളി എങ്ങനെയുള്ള പങ്കാളിയാണ്? തംലികുഹു, നീയാണ് ആ പങ്കാളിയുടെ എല്ലാ കഴിവും ഉടമപ്പെടുത്തുന്നത്. നീ കൊടുത്ത കഴിവേ അവർക്കൊക്കെയുള്ളൂ. വമാ മലക, അവർക്ക് ഒരു കഴിവും വേറെയില്ല. ഇനി അവർക്ക് എന്തെങ്കിലും കഴിവുകൾ അവർക്കുണ്ടെങ്കിൽ തന്നെ മുഴുവനും നീ കൊടുത്തതാണ് റബ്ബേ. അങ്ങനെ സ്വന്തമായി ഒരു കഴിവുമില്ലാത്ത, നീ കൊടുത്ത കഴിവ് മാത്രമുള്ള ചില സഹായികൾ, ചില പാർട്ട്ണർമാർ, ചില ശരീക്ക് ഞങ്ങൾക്കുണ്ട് എന്നാണ് അറേബ്യൻ മുശ്രിക്കുകൾ കൂട്ടിച്ചേർത്തത്. ഇത് മുത്തു മുസ്തഫ അംഗീകരിച്ചു കൊടുത്തോ? എങ്കിൽ അള്ളാന്റെ റസൂൽ എന്തിനാണ് അവരോട് വൈലക്കും, നിങ്ങൾക്ക് നാശം, ഇനി നിങ്ങൾ മിണ്ടല്ലേ എന്ന് പറയുന്നത്? ഇവര് പറയും പോലെയാണെങ്കിൽ മുത്തു മുസ്തഫ അവിടെ പറയില്ലേ, നിങ്ങൾ പറഞ്ഞത് കറക്റ്റാണ്, യഥാർത്ഥ സുന്നത്ത് ജമാഅത്താണ്. കാരണം അവര് പറയുന്നത് എന്താ? നിന്റെ പങ്കാളി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നവർക്ക് സ്വന്തം കഴിവുണ്ട് എന്നാ വിശ്വസിക്കുന്നത് എന്നാണോ അവർ പറഞ്ഞത്? അല്ലല്ലോ, അള്ള കൊടുത്ത കഴിവേയുള്ളൂ, എല്ലാം അള്ള കൊടുത്തതാണ് എന്ന് പറഞ്ഞിട്ട് പോലും അള്ളാഹന്റെ റസൂല് അത് അനുവദിച്ചില്ലല്ലോ. എങ്കിൽ പിന്നെ തങ്ങളെ, നിങ്ങൾ എന്തിനാണ് ഈ ഹജ്ജിന് പോകുന്ന ആയിരങ്ങളെ വിളിച്ചു കൂട്ടിയിട്ട് ബദരീങ്ങളെ വിളിച്ചതിന് ന്യായീകരണം നിങ്ങൾ പറയുന്നുവോ? പിന്നെ നിങ്ങളുടെ ന്യായീകരണം എന്താ? നിങ്ങൾ പറഞ്ഞത് ഉമ്മാനെ വിളിക്കാറില്ലേ വയറുവേദന വരുമ്പോ? അസഹ്യമായ അസ്വസ്ഥകൾ, വയറുവേദന, മറ്റു വേദന വരുമ്പോ
മേന്ന് ഞാൻ വല്ലാതെ വിളിച്ച ആർക്കാരൊക്കെ ഉണ്ട്, നിങ്ങളും ചെയ്യാറില്ലേന്ന് ചോദിച്ചു. മേന്ന് വിളിക്കാറില്ലേ ചോദിച്ചു. ഉണ്ട് പറഞ്ഞു. ഉമ്മാനെ വിളിക്കും പോലെയാണോ ബദരീങ്ങളെ വിളിക്കുന്നത്? ഡോക്ടറുടെ അടുത്ത് പോകും പോലെയാണോ ബദരീങ്ങളെ വിളിക്കുന്നത്? ഉമ്മാന്ന് വിളിക്കുമ്പോൾ നമ്മളൊക്കെ എന്താ എൻ്റെ ഉമ്മാന്ന് നമ്മൾ പറയുന്നില്ലേ? എന്താ ഇതിൻ്റെ അർത്ഥം? എൻ്റെ ഉമ്മ ഞാൻ എവിടെ നിന്ന് വിളിച്ചാലും കേൾക്കുന്നുണ്ട്, എൻ്റെ ഉമ്മ ഞാൻ എവിടെയായാലും കാണുന്നുണ്ട്. ഇനി എനിക്ക് സംസാരിക്കാനും വിളിച്ചാർക്കാനും ഒന്നും കഴിവില്ലെങ്കിൽ പോലും എൻ്റെ ഉമ്മ എൻ്റെ ഹൃദയത്തിലുള്ളതൊക്കെ അറിയുന്നുണ്ട്. എൻ്റെ ഉമ്മ എവിടെയായാലും എനിക്ക് ഉത്തരം തരുന്ന മുജീബാണ്. എൻ്റെ ഉമ്മാനോട് ഞാൻ എന്ത് ചോദിച്ചാലും എൻ്റെ ഉമ്മാക്ക് അതിനൊക്കെ ഉത്തരം ചെയ്യാൻ കഴിവുള്ള ഖദീറാണ്. ആ വിശ്വാസത്തോടെ ആരാണിവിടെ എൻ്റെ എന്ന് വിളിച്ച് കരയാറുള്ളത്? അതേ അവസരത്തിൽ ബദരീങ്ങളെ, അങ്ങനെയുള്ള ആളുകളെയൊക്കെ വിളിച്ച് തേടുമ്പോ എന്താണ് വിശ്വസിക്കുന്നത്? ഇത് രണ്ടും ഒരുപോലെയാണെന്ന് പറഞ്ഞു കൊടുത്ത് ഹജ്ജ് ക്ലാസ്സിൽ ആ സാധുക്കൾ അത് കേട്ടിട്ട് അതേ ഹജ്ജിന് പോയിട്ട് അവിടെ വെച്ച് അറഫായിൽ വെച്ചും മിനായിൽ വെച്ചും തവാഫിന്റെ നേരത്തും സഫാ മർവക്കിടയിൽ വെച്ചുമൊക്കെ മുഹീദ്ദീൻ ശൈഖിനെയും ബദരീങ്ങളെയും CM മടവൂരിനെയും അങ്ങനെ പലരും അവരെ വിളിച്ചാൽ വിളിപ്പുറത്ത് ഹാജരാകുമെന്ന വിശ്വാസം വെച്ച് വിളിച്ചുകൊണ്ട് എന്തിനാണ് ഹജ്ജിന് പോകുന്നത് കൂട്ടരെ? ആ ഹജ്ജാർക്കാണ് വേണ്ടത്? മുഴുവൻ ബാത്തിലല്ലേ? അതുകൊണ്ട് ഇത്തരം കബളിപ്പിക്കുന്ന അത്തരത്തിലുള്ള ആളുകൾ അവരുടെ അത്തരത്തിലുള്ള കബളിപ്പിക്കലെ കുറിച്ച് ജാഗ്രത പാലിക്കണേ.